റമദാൻ തുടങ്ങി. അപ്പോൾ ഇനി എല്ലാവർക്കും വേണ്ടത് റമദാൻ്റെ ഡയറ്റാണ്. അങ്ങനെ ഓരോ സീസണിലും എല്ലാവരും ഓരോ ഡയറ്റ് നോക്കിയിരിക്കും. ബട്ട് നമുക്കത് ചെയ്തല്ലേ പറ്റൂ. സോ ഞാനും എൻ്റെ ക്ലയൻസിന് വേണ്ടിയിട്ട് റമദാൻ്റെ ഡയറ്റൊക്കെ ദേ ഇങ്ങനെ ടൈപ്പ് എനിക്ക് എൻ്റെ വർക്കൗട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുള്ള ടൈം അതെല്ലാം ഞാൻ മാനേജ് ചെയ്യുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെയാണ്. ബട്ട് ഈ ഡയറ്റ് ഒരിക്കലും കംപ്ലീറ്റ് ആകില്ല എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് ഞാൻ ഈ ലാപ്ടോപ്പും ക്ലോസ് ചെയ്ത് നേരെ ലാപ്പും പിക്ക് ചെയ്ത് ജിമ്മിലോട്ട് പോവാം. സമ്മർ ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രീ വർക്കൗട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്തു. ഇപ്പോൾ ഞാൻ കഴിക്കുന്നത് വാട്ടർമെലനാണ്. വാട്ടർമെലനകത്ത് L-സിട്രുലിൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ L-സിട്രുലിൻ നമുക്ക് വർക്കൗട്ടിനിടയ്ക്ക് നല്ല എനർജി തരും. ഇനി നിങ്ങൾ കഴിക്കുന്ന പ്രീ വർക്കൗട്ടിനകത്തൊക്കെ ഈ L-സിട്രുലിൻ അടങ്ങിയിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. ഇതിനിടയ്ക്ക് വന്ന് റമദാൻ്റെ ഡയറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ബട്ട് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസാണ് നമ്മൾ കൂടുതലും കൊടുക്കാറുള്ളത്. സോ ഇൻസ്ട്രക്ഷൻസ് തപ്പിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറേയൊക്കെ ആലോചിച്ച് കണ്ടുപിടിക്കണം, കുറേയൊക്കെ നമ്മുടെ ക്ലയൻസിനോട് ചോദിക്കണം. അറ്റ് ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഇതാണ് എൻ്റെ പോസ്റ്റ് വർക്കൗട്ട് മീൽ. ഇപ്പോൾ വേ പ്രോട്ടീൻ കഴിഞ്ഞു പോയതുകൊണ്ട് ഞാൻ എൻ്റെ പോസ്റ്റ് വർക്കൗട്ട് മീൽ ചൂസ് ചെയ്യുന്നത് ഇതാ ഇങ്ങനെയാണ്. ഒരു 100 ഗ്രാം റൈസ്, അതിൻ്റെ കൂടെ ഒരു ഡബിൾ ഓംലെറ്റ്, 200 ഗ്രാം ചിക്കൻ. ഇത്രയും കഴിച്ചാൽ എൻ്റെ ഡെയിലി നീഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വെറുതെ തിന്നുകൊണ്ടിരുന്നാൽ മതിയോ? നമുക്ക് ആ ഡയറ്റ് കംപ്ലീറ്റ് ചെയ്യണ്ടേ? പക്ഷേ ഞാൻ കംപ്ലീറ്റ് ചെയ്ത വീട്ടിലെത്തിന് ശേഷം ഈ കംപ്ലീറ്റ് ചെയ്തെല്ലാം വായിച്ച് നോക്കി, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊക്കെ നോക്കി. ദെൻ അതിന് ശേഷം ഇതെൻ്റെ ക്ലയൻസിന് സെൻഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ സെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അവരുടെ റെസ്പോൺസ് എന്താണെന്ന് അറിയണം. എന്നിട്ട് ഡയറ്റ് നമ്മൾ റമദാൻ മന്ത് കൊണ്ട് നിങ്ങളുടെ ഓവറോൾ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.